ഹലോ ഗൈസ്, ഡോണ ടോക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ടൊളേഡോന്റെ കാസ്കോയുടെ ഉള്ളറകളിലാണ്. അപ്പോൾ നമുക്ക് കാസ്കോയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പം നമ്മൾ ഇതിലെ ചെറിയ ചെറിയ വഴികളിൽ കൂടെയൊക്കെ യാത്രയാവാണ്. നമ്മൾ സാധാരണ മൊബൈലിൽ ക്യാമറയാണ് യൂസ് ചെയ്യാറ്. ഇപ്പം നമ്മളെ മേടിച്ചിരിക്കുന്ന പുതിയ ടാബിലെ ക്യാമറയാണ് യൂസ് ചെയ്യണത്. ഇത് 4K ഉണ്ട് ബാക്ക് ക്യാമറ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്ക് നോക്കണം എങ്ങനെയുണ്ടെന്നുള്ളത്. അത് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഗൈസ്, സ്പെയിനിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റെപ്പുകളാണ്. നമ്മൾ എങ്ങനെ പോയാലും കുറച്ചധികം സ്റ്റെപ്പുകളാണ് കേട്ടോ. 1 2 3 3.4 സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇവിടുന്ന് മുകളിലോട്ട് രസമാണ്, ഭയങ്കര രസമാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട്. നമുക്ക് ഇവിടുന്ന് ഇവിടേക്ക് പോവാം. കാസ്കോയിലെ ചെറിയ ചെറിയ വഴികൾ, ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ വഴികളാണ്. ഇതില് ചെറുതായിട്ട് ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. അത് പൂച്ചകൾക്കുള്ള തീറ്റയാണ്. വെള്ളം വെച്ചിട്ടുണ്ട്. ഇവിടെ നിറച്ച് പൂച്ചക്കുട്ടികളാണ്. വീടൊക്കെ നന്നായിട്ട് പെയിന്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ ഇപ്പം ആരും ആൾതാമസമൊന്നുമില്ല. പിന്നെ നമുക്ക് കുറേ കിളികളുടെ തീറ്റകളും പൂച്ചകളുടെ തീറ്റകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ സ്പെയിനിലെ സമയം മാറിയതിനനുസരിച്ച് ഇപ്പൊ കുറേ ഈച്ചകളൊക്കെ പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അത് കൂടെ പോണത്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്ന വഴി കാണാൻ പറ്റും. ഇവിടെ ചെറിയൊരു വഴി അപ്പുറത്തേക്കുണ്ട്. ഇത് ഒരു ചെറിയ വഴിയാണ്. പിന്നെ മിക്കവാറും ഇവിടെ കാണുന്നത് പൊട്ടിപ്പൊളിഞ്ഞ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെയാണ് എല്ലാ വീടുകളിലും. ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവിടേക്കൊരു ചെറിയ വഴിയുണ്ട്. പക്ഷെ അത് അവിടേക്കൂടെ അവസാനിക്കുന്നുള്ളൂ. ഈ മതിലുകളൊക്കെ കണ്ടോ, വെള്ളാരം കല്ല് വെച്ച് ഒച്ചുകളെ വെച്ചൊക്കെ ഉണ്ടാക്കിയേക്കുന്ന ഒരു മതിലാട്ടോ. നമ്മൾ ഈ കാണുന്ന ഞവനിക്ക ഒച്ചുകളൊക്കെ ഇല്ലേ, അതിന്റെ തോടൊക്കെ വെച്ച് ഇടിച്ച് പൊളിച്ച് ഒക്കെ ഉണ്ടാക്കിയേക്കണതാ. ഇവിടെ വേസ്റ്റ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും കൊണ്ടും അവരുണ്ടാക്കും. കണ്ടില്ലേ, ഇതൊക്കെ ബബിൾക്കമാണ്. കൈ തൊടാൻ പോലും അറയ്ക്കും. ഭാഗ്യം ഞാൻ തൊട്ടില്ല, അല്ലെങ്കിൽ എന്താന്ന് പറയാ തൊട്ട് നോക്കിയാണ്. ഇവിടുന്ന് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാസുക കാണാം. പിന്നെ നമ്മൾ ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കുരിശോട് കൂടിയൊരു പള്ളി രൂപം കാണാം. ഞങ്ങള് ഇതുപോലെ തന്നെ മെറ്റയിൽ അടിച്ചു നോക്കിയപ്പോൾ ഡീമൻസിനെ ആരാധിക്കുന്ന ചർച്ചുകളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. അത് ഒരു ഡീമൻസിന്റെ സ്ട്രീറ്റ്, ഡീമൻസ് മീൻസ് സാത്താനെ ആരാധിക്കുന്ന സാത്താന്റെ ചെറിയ ചെറിയ സ്ട്രീറ്റുകളൊക്കെ കണ്ടു. പക്ഷെ അത് ഡീമൻസ് ആണോ എന്ന് അറിയാൻ ഇനിയിപ്പോൾ ടൂറിസ്റ്റുകാർ വരാൻ വേണ്ടി കെട്ടിച്ചമച്ച, സാധാരണ ഇവിടെ ഒരുപാട് കെട്ടിച്ചമച്ച കഥകളൊക്കെ ഉണ്ട്. അപ്പൊ കഥകളാണോന്ന് സംശയമുണ്ട്. ഇതൊരു കോൺവെന്റ് ആണെന്ന് തോന്നുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ, കാരണം എല്ലാത്തിലും ഒരു കുരിശിന്റെ രൂപം വെച്ചിട്ടുണ്ട്. യെസ്, നമ്മൾ കുരിശാന്ന് വിചാരിച്ചു പോകും. അത് നമുക്ക് കുരിശായിട്ട് തീരും ചില സമയങ്ങളിൽ. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ ഇറങ്ങണം, അല്ലെങ്കിൽ പല്ലിടിച്ച് വീഴും. ഇവിടെ ഒരു ചേട്ടൻ പണ്ട് സൈക്കിൾ ഓടിച്ചിട്ട് പല്ലിടിച്ച് വീണ് പല്ല് മൊത്തം പൊട്ടിയതാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ കാണാം കേട്ടോ. കുറെ കൊതുകുകളും ഈച്ചകളും എല്ലാം ഉണ്ട്. ഇവിടെ മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു ഏരിയ ആണ്. കിച്ചൻ വരുമെന്ന് അറിയാൻ പാടില്ല. നമുക്ക് കിച്ചൻ ഉപേക്ഷിച്ച് യാത്ര ഫ്ലൂട്ടില് വരെ വെള്ളി വീഴുന്നുണ്ട്. അതാണ് അവസ്ഥ. പഠിക്കാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്ക് എനിക്ക് അതും കൂടി അറിയില്ല. പിന്നെ ഞാനറിയാം, പിന്നെ തമാശക്ക് കുറ്റം പറയാനാ. പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഉള്ളിൽ കൂടെ നോക്കിയാ ഒന്നും കാണാൻ പറ്റില്ല. കുറെ മരങ്ങളൊക്കെ ഉണ്ടാവും. മേ ബി പണ്ടൊക്കെ താമസിച്ച്. ഇത് എന്തുകൊണ്ടാണ് ഈ വീടുകൾ ഇങ്ങനെ വെക്കാൻ കാരണം എന്ന് അറിയാമോ? ഇല്ല. ഇവിടെ ആൾക്കാർ പൊതുവെ ജീവിക്കുന്നത് അവരുടെ ചെറുപ്പ കാലഘട്ടത്തില് ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കും. അതിന് ഒരു ഡിവോഴ്സ് ആവും, എന്നിട്ട് ഒറ്റയ്ക്ക് ജീവിക്കും. ചിലര് കല്യാണം കഴിക്കാണ്ട് ഡേറ്റിംഗ് മാത്രമായിട്ട് നടക്കും. അപ്പൊ അങ്ങനെ ആവണ സമയത്ത് കല്യാണം കഴിക്കാണ്ട് നടക്കുമ്പോ ഇത് ഗവൺമെന്റിന് പോവും. ഗവൺമെന്റ് അതൊന്നും ചെയ്യാതെ ഇങ്ങനെ തന്നെ ഇട്ടേക്കും കുറെ നാളത്തേക്ക്. ആൾക്കാർ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ വേസ്റ്റ് ആയിട്ട് അങ്ങനെ തുടരുന്നു. അതെ, ഇതാണ് മറ്റേ പാട്ട് സ്കൂളിലേക്കുള്ള എൻട്രൻസ് ആണ്. അതെ, നേരത്തെ കണ്ട പാട്ട് സ്കൂളില് അത് ഇത്രയും വരെ ഉണ്ട്. ആ പാട്ട് സ്കൂള്
ഗൈസ് ഇതൊരു വലിയ മ്യൂസിക് സെന്റർ ആണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒരാൾ ഇവിടെ നിന്ന് വായിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും ഈ കാണുന്ന മൂങ്ങയുണ്ട്. ഈ മൂങ്ങ എന്തിനാ വെച്ചേക്കണേന്ന് അറിയാൻ പാടില്ല, പക്ഷെ എല്ലാ വീടുകളിലും ഈ മൂങ്ങ. കറവയുണ്ട് കൂട്ടത്തില്. പ്രാവിനെ പേടിപ്പിച്ചകറ്റാനാന്നാ പറയണേ. ഇവിടെ പക്ഷെ പ്രാവ് പേടിക്കുന്നില്ല. പ്രാവ് 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയായിരുന്നു. അപ്പൊ പ്രാവിന് മനസ്സിലായി മൂങ്ങ ഇതിനെ കൊണ്ട് ഒരു ഉപകാരമില്ലാത്ത മൂങ്ങയാണ്. കടുവയ്ക്ക് എന്താ ഓറഞ്ച് കളർ അറിയാമോ? താഴത്തേക്കും എന്താ ഓറഞ്ച് കളറും കറുപ്പ വരെയും ഉണ്ട് എന്നറിയാമോ? അറിയില്ല. ആ, കടുവേനെ നമുക്ക് മാത്രമേ, മനുഷ്യർക്ക് മാത്രമേ ഓറഞ്ചും കറുപ്പും കളറിൽ കാണാൻ പറ്റുള്ളൂ. കടുവയുടെ തീറ്റ മാനില്ലേ, മാനിനത് പച്ചയായിട്ടാ കാണാ. മാനിനാ? ഓ, അപ്പൊ അതിന് പുല്ലിന്റെ ഇടയിൽ നിന്ന് അതിന് കാണൂല. കടുവ തൊട്ടടുത്ത് നിന്നാലും അതിന് കാണാൻ പറ്റൂല. ഓ, അതുകൊണ്ടാണ് ഈ കടുവ മാനിനെ പിടിക്കുന്നത് വേഗം വേഗം. ശരിക്കുള്ള ഇലയാ, എല്ലാം പ്ലാസ്റ്റിക് ആണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ ശരിക്കുള്ള ഇല. എന്തൊരു ഭംഗിയായി വീട് കാണാൻ. അത് വേറെ ഒന്നും ഇവിടെ ഇല്ലാത്തോണ്ട് ആ ഇല മാത്രം കാണാൻ. അത് ആ വേരില്ലേ, ആ വേര് പടർന്ന് ഇങ്ങനെ പോയിട്ടുണ്ട് കുറെ ദൂരം. ഇവിടെ ഇത് ശ്രദ്ധിച്ചു, ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഒരു 4 കൂടി കവലയുണ്ട്. ഇത് കൂടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പറ്റും. നമ്മുടെ വീട്ടിലേക്ക് പോണ വഴിയാന്ന്. അവിടെ ആൾക്കാര് ഇവിടുന്ന് സൂര്യൻ ഇങ്ങനെ അടിച്ചിട്ട് എന്തൊരു ഭംഗിയാ. വണ്ടി ആണെങ്കിൽ അവൻ ഒതുങ്ങിപ്പോട്ടെ. ഇതൊരു 4 കോടി വലിയ ബിൽഡിംഗ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കത്തീഡ്രൽ ചർച്ചിന്റെ അവിടേക്ക് എത്തും. ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാസ്കോന്റെ കുറച്ച് ചെറിയ കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്സ് ആണ്. ആക്ച്വലി ഇതിൽ ഒന്നും വന്നിട്ടില്ല. ഈ ഇല ഉണ്ട്, ഈ ഇല പൂ ചെടി കൊള്ളാം. ഇവിടെ എല്ലാ വീടുകളിലും ഇങ്ങനെ പൂച്ചെടി നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. ഈ ചെടികളൊക്കെ ഇട്ടാണ്. ഇവിടെ ഇച്ചിരി തണുപ്പ് കൂടുതലാട്ടോ ഈ ഏരിയയില്. സൺലൈറ്റ് നേരായിട്ട് ഇവിടെ അടിക്കുന്നില്ല. പക്ഷെ ഏറ്റവും സുഖം ഇവിടെ ജീവിക്കാനാ. കാരണം നല്ല ചൂട് വരില്ലേ. ആ ചൂടത്ത് ഒട്ടും ചൂടുണ്ടാവില്ല. ഇവിടെ നിന്ന് താഴത്തേക്ക് നമുക്ക് ഇറങ്ങി നോക്കാം. ഇത് അണ്ടർഗ്രൗണ്ട് വീടുകളൊക്കെയാണ്. കൂട്ടിട്ട് വെച്ചാണ്. എന്തെങ്കിലും വണ്ടി കൊണ്ടൊന്ന് വർക്ക് ചെയ്യണ്ടാവും മിക്കറി. അവിടെ പൂക്കള്, നല്ല അടിപൊളി പൂക്കളുണ്ട് കേട്ടോ അവിടെ. ഇപ്പൊ പൂക്കളുടെ സീസണാണ്. കാണുന്നുണ്ടോ കുഞ്ഞുമാമാരുടെ കരച്ചിലൊക്കെ കേൾക്കാല്ലേ. ഇവിടുന്ന് മുകളിലോട്ട് നോക്കി പൊട്ടി പൊളിഞ്ഞ് തവിട് പൊടിയായിട്ടുള്ള അവിടെ പ്രാവും കുഞ്ഞുങ്ങളാ താമസിക്കുന്നത്. ഇവിടെ ഒരുപാട് വീടുകള് ആർക്കും വേണ്ടാണ്ട് കിടക്കുന്നുണ്ട്, അതറിയോ? ഈ കാസ്കോന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പ്രതീക്ഷിച്ചാ. ഇത് ലേലത്തിന് വെച്ചെടുക്കാൻ പറ്റുമോ? ആ പൂവിന്റെ അടുത്തേക്ക് എങ്ങനെ എത്തും നമ്മൾ ഇതിന്റെ മുകളിലോട്ട് കയറണം. ഓ, എന്നാലും പറ്റില്ല, അവിടെ ക്ലോസാ. നമ്മൾ വന്ന വഴി അവിടെ ക്ലോസ്ഡാ. ഇവിടെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഹോസ്റ്റല് ഇൻഫാന്തേസ് എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലുണ്ട്. ഇവിടെ ഹോസ്റ്റലാണ്. നമുക്ക് 2 വഴിയുണ്ട്. ഒന്ന് നേരെ അവിടേക്ക് പോവാം, ഒന്ന് ഈ വഴി. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഡോർ തുറന്ന ഉള്ളിലേക്ക് കയറി മാത്രമേ പോകാൻ പറ്റുള്ളൂ. യെസ്, അല്ലാണ്ട് നമുക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പോകാം. ടൂറിസ്റ്റുകാരൊക്കെ വരുമ്പോ ഇവിടെ വെക്കാനായിട്ടുള്ള ഹോസ്റ്റലുണ്ട്. ഇത് വേറൊരു വഴി. എല്ലാ വഴികളിലും കുറച്ചു നേരം കഴിഞ്ഞൊരു 4 കൂടി കവലയുണ്ട്. ഇതിലൂടെ കാറൊക്കെ പോകും. തോഴിമാര് അങ്ങനെയുള്ള ആൾക്കാരുടെ വലിയ കൊളക്കടവായിരുന്നു എന്നാ പറയണത്. ഇവിടുന്ന് പിന്നെ ഇവര് കുഴിച്ചു നോക്കി കഴിഞ്ഞപ്പോ ഇങ്ങനൊരു സംഭവം കണ്ടു. അപ്പൊ പിന്നെ അവര് പിന്നെ കുഴിച്ചില്ല, പിന്നെ അത് ഗ്രില്ലിട്ട് സൂക്ഷിച്ചു. നമുക്ക് 2 വഴിയുണ്ട്. ഇവിടേക്കും വഴിയുണ്ട്, ഇവിടേക്കും വഴിയുണ്ട്. ഏത് തെരഞ്ഞെടുക്കണം? റൈറ്റ്. ഇത് റൈറ്റ് ഓർ ലെഫ്റ്റ്? റൈറ്റ് ഓർ ലെഫ്റ്റ്? ഇത് ലെഫ്റ്റ് ആണ്, ഇത് റൈറ്റ്. റൈറ്റ്. ഇവിടുത്തെ ട്രെയിൻ ടാക്സിക്കാരാണ് ഈ കാണുന്നത്. അല്ല, ഇതല്ല ടാക്സിക്കാരന്റെ ചെറിയ വേർഷൻ കേട്ടോ. ടാക്സിക്കാരന് കുറച്ചുകൂടി വലുപ്പമുണ്ട്. ഞാൻ വെറുതെ ഇരിക്കുമ്പോ ഇവിടേക്ക് വരാറുണ്ട്. നടന്ന് പക്ഷെ എത്ര പോയാലും ഉണ്ടല്ലോ, നമ്മള് വീണ്ടും നമുക്ക് വഴി മറക്കും. ഇച്ചിരി ചിലപ്പോ ഓർമ്മയുണ്ടാവും. കാരണം ചില ആൾക്കാർക്ക് ചില അതെ എന്താ ഇവിടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട് വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ പെര വന്നത് പൊളിഞ്ഞ് ഇങ്ങോട്ട് വീഴുന്നുള്ള പേടിയാ. അതെ, അടിയിൽ താമസമുണ്ട്, പക്ഷെ മുകളിലില്ല. കണ്ടോ, ഇതൊക്കെ ഒരു പറമ്പാ.
ഗൈസ്, ആൾക്കാരൊന്നും ഇല്ലാത്ത വീടുകളൊക്കെ എല്ലാം കുത്തി പൊളിച്ചിട്ടിട്ട് ഇവര് പറമ്പായിട്ട് മാറിയേക്കാണ്. പൂച്ചകൾക്കും പട്ടികൾക്കും പ്രാവുകൾക്കും ഒക്കെ ആവാനായിട്ടുള്ള ഒരു സ്ഥലം. ഗൈസ്, ഇതൊക്കെ ഒരുപാട് പഴയ പഴയ ബിൽഡിംഗ് ആണെങ്കിലും ഇതിന്റെ ഉള്ളിലോട്ട് കയറുമ്പോ നല്ല ഭംഗിയാ. നമുക്ക് ഇവിടെ ചുറ്റാന്നേ, കാസ്കോന്റെ കുറെ ഉള്ളറകൾ ചുറ്റാം. ഇത് കുറച്ചും കൂടി റിച്ചസ്റ്റ് പോലത്തെ ഏരിയ അല്ലെ, മറ്റു വീടുകളെക്കാളും കുറച്ചുകൂടി സൗകര്യമുള്ള വീടുകളാണ് ഇവിടെ ഉള്ളതല്ലേ. ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിന്റെ തപാൽ പെട്ടിയാണ് ഈ കാണുന്നത്. നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ വീടിന്റെ പുറകുവശത്താണ്. അതെ, ഇവിടുത്തെ നമ്മുടെ വീടിന്റെ പുറകുവശമാണ്. നമ്മൾ നടന്ന് നമ്മുടെ വീടിന്റെ പുറകുവശത്തുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. നമുക്ക് ഇവിടെ നിന്നാലും നമുക്ക് നമ്മുടെ കത്തീഡ്രലിന്റെ പൂർണ്ണ ഭാഗം, അത്യാവശ്യം നല്ലൊരു ഭാഗം കാണാനായിട്ട് പറ്റും. മീര, നല്ല രസമല്ലേ കാണാനായിട്ട്? നമുക്ക് താഴത്തേക്ക് പോകാം. എനിക്ക് ഏറ്റവും ചിരി ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മനുഷ്യനെ മിസ് ചെയ്താൽ അല്ലൊരു പൂച്ചേനെ അങ്ങനെ നോക്ക്. സെജാമ മിയ ഇതല്ലേ കൊളർ നെഗ്രോ കൊണ്ട് ഉന മഞ്ച ബ്ലാങ്ക ലത്രീപ്പ. അതായത് ട്രീപ്പ എന്ന് പറഞ്ഞാൽ വയറിലൊരു ചെറിയ പാടുണ്ടെന്ന്. എസ് മൂയ് അസുൽദാസീസ ഈ അൽഗുവേൻ ലവിസ്റ്റോ കെ കോണ്ടാക്ട്. അതായത് ഈ പൂച്ചനെ ആരെങ്കിലും കാണുകയാണെങ്കിൽ, ഗൈസ് ഈ പൂച്ച എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പൂച്ചയുടെ ഇവിടെ മൊത്തം. ട്രീപ്പയിൽ ആരെങ്കിലും വയറ് പൊക്കി നോക്കുമോ ഇതിൽ പാടുണ്ടോന്ന് അറിയാനായിട്ട്? മിയ എന്നാണ് പേരുന്നൊക്കെ. മനുഷ്യനാണെങ്കിൽ ഓക്കെ, എനിക്ക് മനസ്സിലാവണില്ല. അതിന്റെ ഇവിടെ എഴുതി വെച്ചേക്കാന്ന്. പൂച്ചനെ കിട്ടുമോന്ന് അറിയാൻ പാടില്ല. ഇത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ് ഗൈസ്. ഇവിടെ ഒരുപാട് ബസ് സ്റ്റോപ്പുകളുണ്ട്. ഇത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ്. നമുക്ക് ഇവിടെ 2 ബസ്സുകളാണ് ഉള്ളത്. ഒന്ന് 12, ഒന്ന് 2. ആ 2 ബസ് ഇത് കൂടെയാണ് പോണത്. സമയം നോക്കുന്ന സാധനം വർക്കിംഗ് അല്ല. ഇപ്പൊ ബസ് ടൈം നോക്കാൻ വേണ്ടിട്ടുള്ള സാധനം ഇപ്പൊ മൊത്തത്തിൽ എല്ലായിടത്തും പോയി കിടക്കാൻ തോന്നുന്നു ഈ സാധനം. 2 മഴ പെയ്ത് കഴിഞ്ഞാൽ പോവും ഈ സംഭവം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കാസ്കോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാസ്കോയുടെ ഒരുപാട് ഉള്ളറകളിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കാണിക്കാവുന്ന പ്ലേസസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇനിയും കാസ്കോനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ കാസ്കോന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വ്ലോഗിൽ വീണ്ടും കാണുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.